ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യശിലചിതചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ ഓംകാരം ജപിക്കാം. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് വായും മനസ്സും തുറന്ന് കൂടെ ജപിക്കുക. ഇതാ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. ആദ്യം ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം നമുക്ക് എല്ലാവർക്കും കൂടി ചൊല്ലാം. കയ്യിലുള്ളവരത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാമല്ലോ. സമദുഃഖസുഖഃ പൂർണ്ണഃ സമദുഃഖസുഖഃ പൂർണ്ണഃ ആശാനൈരാശ്യയോഃ സമഃ ആശാനൈരാശ്യയോഃ സമഃ സമജീവിതമൃത്യുഃ സൻ സമജീവിതമൃത്യുഃ സൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ. ഇനി 5-ാമത്തെ അധ്യായം. ഇതുവരെ എടുത്ത ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലാം. നതേ സംഗോസ്തി കേനാപി നതേ സംഗോസ്തി കേനാപി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ സംഘാതവിലയൻ കുർവൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ. ഉദേതി ഭവതോ വിശ്വം ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ വാരിധേരിവ ബുദ്ബുദഃ ഇതി ജ്ഞാത്വൈകമാത്മാനം
इति ज्ञात्वैकमात्मानम् एवमेव लयं व्रज एवमेव लयं व्रज प्रत्यक्षमप्यवस्तुत्वात् प्रत्यक्षमप्यवस्तुत्वात् विश्वं नास्त्यमले त्वयि विश्वं नास्त्यमले त्वयि रज्जुसर्प इव व्यक्तम् रज्जुसर्प इव व्यक्तम् एवमेव लयं व्रज एवमेव लयं व्रज प्रत्यक्षमप्यवस्तुत्वात् प्रत्यक्षमप्यवस्तुत्वात् विश्वं नास्त्यमले त्वयि विश्वं नास्त्यमले त्वयि रज्जुसर्प इव व्यक्तम् रज्जुसर्प इव व्यक्तम् एवमेव लयं व्रज एवमेव लयं व्रज प्रत्यक्षमप्यवस्तुत्वात् प्रत्यक्षमप्यवस्तुत्वात् विश्वं नास्त्यमले त्वयि विश्वं नास्त्यमले त्वयि रज्जुसर्प इव व्यक्तम् रज्जुसर्प इव व्यक्तम् एवमेव लयं व्रज एवमेव लयं व्रज ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളും ആ 3 എണ്ണത്തിന് 1, 2, 3 എന്ന് സംഖ്യാനാമം കൊടുത്തതിന് ശേഷം 4മതൊരെണ്ണം ഉണ്ട് ഈ 3 എണ്ണമല്ലാത്തത്. ആ 4മത്തതാണ് വാസ്തവത്തിൽ ആത്മാ. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നതും ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നതുമൊക്കെ. അങ്ങനെ ആ 4മത്തതായി അറിയപ്പെടുന്നതും ഉണരപ്പെടുന്നതും അനുഭവസിദ്ധമായതുമായ ആ പരമാത്മാവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരാചാര്യൻ മാണ്ഡൂക്യകാരികയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരമഗുരുവായ ഗൗഡപാദൻ എഴുതിയിട്ടുള്ള കമൻട്രിയും കാരികയ്ക്കുമെല്ലാം ഭാഷ്യമെഴുതാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് മനനം ചെയ്യേണ്ടതാണ്. ചെയ്തോ എന്നെനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ മനനം നടത്തി കളയാം. നോക്കൂ, നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ബുദ്ധിയുള്ളവരെല്ലാവരും, ഇവിടെ ഉള്ളവരൊക്കെ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലാത്തവർക്ക് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചോളൂ, എങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. ഭക്തിയുടെ പേരിൽ, ഈശ്വരൻ്റെ പേരിൽ, യോഗാഭ്യാസത്തിൻ്റെ പേരിൽ, ജ്ഞാനത്തിൻ്റെ പേരിൽ, കർമ്മയോഗത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. നിങ്ങൾക്കെല്ലാം കൂടി ഈ ലോകത്തിലുള്ളത് 3 അവസ്ഥകളാണ്. ആ 3 അവസ്ഥകളിലുള്ള അനുഭവം മാത്രമാണ്. ഈ ലോകത്തിന് നോക്കി നിങ്ങൾ ലോകമുണ്ട് എന്ന് അനുഭവിച്ച് പറയുന്നത് എപ്പോഴാണ് പറയുന്നത്? ഉണർന്നിരിക്കുമ്പോൾ മാത്രം. 17 മണിക്കൂറോളം ആവറേജ് നമ്മൾ ഉണർന്നിരിക്കും 24 മണിക്കൂറുള്ള ദിവസത്തിൽ. അത് കഴിഞ്ഞാൽ ഒരു 7 മണിക്കൂറോളം നമ്മൾ കിടന്നുറങ്ങും. ഈ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകം എന്നൊരു പരാമർശമോ ദൃശ്യപ്രപഞ്ചം എന്നൊരു സങ്കല്പമോ അനുഭവമോ ഉണ്ടാവുള്ളൂ. അപ്പം ജാഗ്രത അവസ്ഥയിലുള്ള അനുഭവമാണ് ഈ ലോകം. ഈ ജാഗ്രത അവസ്ഥ പൂർണ്ണമാണോ? നമുക്കത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമല്ല. നമുക്കത് മാത്രമല്ല ഉള്ളൂ. ജാഗ്രത അവസ്ഥ മാത്രമായി നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ജാഗ്രത് എന്നുള്ള വാക്കിന് തന്നെയാണ് അർത്ഥം ഉണർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഉണരുക എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നു, എന്തിൽ നിന്ന് ഉണരണൂന്ന്? ഉണരുക എന്നുള്ള വാക്കിനർത്ഥം നിങ്ങൾ ഇരുന്ന നിലയിൽ നിന്ന് ഒരു തെറ്റോടുകൂടി അങ്ങോട്ട് വരുമ്പോഴാണ് അത് കുടഞ്ഞു വരുമ്പോഴാണ് ഉണരുക എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഉണർന്നത് എവിടെ നിന്നാന്നൊരു ചോദ്യം വരും. അത് ഉറക്കത്തിൽ നിന്നാണ്. അപ്പോൾ ഉറക്കമില്ലാത്താൽ ഉണർവുണ്ടാവില്ല. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥ തന്നെ നിലനിൽക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള ഉറക്കത്തിലാണ്, സുഷുപ്തിയിലാണ്, നിദ്രയിലാണ്. അപ്പോൾ ഉറക്കം മാത്രമായിട്ട് നിൽക്കില്ലല്ലോ. സാപേക്ഷികമല്ലേ ഉറക്കം എന്ന് പറയുന്ന അവസ്ഥ. എന്തിലാണത് അപേക്ഷിതം? ഉറക്കത്തിൽ.
ആ ഉറക്കത്തിൽ അതും നിങ്ങളുടെ അനുഭവമല്ലേ? അതെ. അവിടെ ഈ ലോകാനുഭവമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വന്തം ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇതിൻ്റെയൊക്കെ അനുഭവം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം ജാഗ്രത അവസ്ഥയിൽ എന്നതുപോലെ മറ്റ് രണ്ട് അവസ്ഥകൾ നമുക്കുള്ളതിൽ ഉറക്കത്തിൽ ഇതൊന്നുമില്ല. ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇടയിൽ വന്ന് കൂടുന്നതാണ് സ്വപ്നം എന്ന് പറയുന്ന ഒരനുഭവം. അതാണ് നമുക്ക് മനസ്സിൻ്റെ സ്വതന്ത്രവും സ്വച്ഛവുമായിരിക്കുന്ന ശക്തിവിശേഷത്തെ പൂർണ്ണമായി കാട്ടിത്തരുന്നത് സ്വപ്നമാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നമ്മുടെ മനസ്സിനോ ഉള്ളുണർവിനോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പോൾ? ഈ കാണുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതിൽ ഖരവസ്തുക്കളുണ്ട്, ദ്രവവസ്തുക്കളുണ്ട്, വാതരൂപത്തിലുള്ള വസ്തുക്കളുണ്ട്, പല വിധത്തിലുള്ള ശക്തി, ചൂട്, പ്രകാശം ഇതൊക്കെയുണ്ട്, ആകാശവുമുണ്ട്. ഇങ്ങനെ സ്ഥൂല സൂക്ഷ്മമായിരിക്കുന്ന വസ്തുക്കളുടെ അനന്തമായിരിക്കുന്ന ഒരു സംഘാതമാണ് ഈ പറയുന്ന പ്രപഞ്ചം, നാം കാണുന്ന ലോകം. ഇങ്ങനെയുള്ള ഒരു ലോകത്തെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനോ ഉണർവിനോ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് സാധിക്കും എന്ന് ഒരാളോടും ചോദിക്കാതെ നിങ്ങൾക്കൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ഈ സ്വപ്നം. മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് ശാസ്ത്രജ്ഞന്മാരോടൊന്നും ചോദിക്കണ്ട, നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം. ജാഗ്രത അവസ്ഥയെ പൂർണ്ണമായി തുടച്ച് മാറ്റുകളഞ്ഞ് സംഭവിക്കുന്ന ഉറക്കത്തിൽ ഉറങ്ങുന്നവൻ മാത്രമായി തനിക്കൊരു ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഇല്ലാതെ അതുവരെ താൻ കണ്ടുകൊണ്ട് വ്യവഹരിച്ചു കൊണ്ടിരുന്ന ലോകം പരിപൂർണമായി ഇല്ലാതായിരിക്കെ ഒറ്റയ്ക്ക് താൻ മാത്രമായി കടന്നുറങ്ങുന്ന അവസ്ഥയിൽ അപ്പോഴാണ് ഈ പെട്ടെന്ന് വഴുതിപ്പോയി ഒരു സ്വപ്നമുണ്ടാവുന്നത്. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ഈ ഉറങ്ങുന്നവനാണ്. ആ ഉറങ്ങുന്നവൻ്റെ സൃഷ്ടിവിശേഷമാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളും അവയെ അതിശയിക്കാവുന്ന വസ്തുക്കളും സംഭവങ്ങളും നടക്കാം ഈ സ്വപ്നത്തിൽ. അങ്ങനെയുള്ള ഒരു സ്വപ്ന ലോകത്തെയും അതിനു വേണ്ട പാഞ്ചഭൗതിക ഘടനകളെ മുഴുവനും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഉള്ളുണർവ് എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മനസ്സിന് ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നുള്ള വ്യക്തമായ മറുപടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരും നൽകുന്നതാണ് ഈ സ്വപ്നം. അതും കൂടുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയുള്ളത് മൂന്നവസ്ഥ: ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം. ഈ മൂന്നെണ്ണം കൂടാതെ നാലാമതൊരെണ്ണം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഉണർന്നിരുന്നപ്പോൾ നമ്മളുണ്ടായിരുന്നു അവിടെ. പെട്ടെന്ന് ഉണർവ് മുഴുവനും തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ ആ ഉണർവ് തന്നെ കംപ്ലീറ്റായിട്ട് മാച്ചു കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ഉറക്കം ഉണ്ടാവുക? ആർക്കാണ് ഉണ്ടാവുക? ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഉണരണു. ജാഗ്രത അവസ്ഥ മുഴുവനും തുടച്ചു കഴിഞ്ഞ് കംപ്ലീറ്റായിട്ട് തുടച്ചു മാറ്റിയിട്ട് കിടന്നുറങ്ങണു. അങ്ങനെ ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും ഉണരുന്ന സമയത്ത് അവിടെ ജാഗ്രത അവസ്ഥയിൽ നാം അറിയുന്ന ഘടകങ്ങളല്ലാതെ എന്തോ ഒന്ന് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ ഉറങ്ങിയതും ആ ഉറങ്ങി നമ്മൾ എണീക്കുന്നതും. അപ്പം ജാഗ്രത അവസ്ഥ നിശ്ശേഷമില്ലാതെയാവുമ്പോഴും നാം ഇല്ലാതെയാവുന്നില്ല, നാം കിടന്നുറങ്ങുന്നു. ഉറക്കത്തിൽ നിന്ന് നാം എണീക്കുന്ന സമയത്ത് ഉറക്കമില്ലാതെയാവുന്നതൊഴികെ ഉറങ്ങിയവനില്ലാതെയാവുന്നില്ല. അതിൻ്റെ ഉള്ളിലൊരു സ്വപ്നം അനുഭവിക്കുന്ന സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുന്ന സമയത്തും അവിടെ ഉറക്കം പോയി, പക്ഷേ ആ ഉറക്കത്തിലുണ്ടായിരുന്ന ആളിതാ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആളാണ് പിന്നെ എണീറ്റിട്ട് വീണ്ടും ജാഗ്രത അവസ്ഥയിൽ വരുന്നത്. അപ്പം ജാഗ്രത സ്വയം മാഞ്ഞു പോകുമ്പോൾ അതിന് രണ്ടാമതൊന്നിനെ ഉണ്ടാക്കാൻ അവിടെ പറ്റില്ലല്ലോ. പക്ഷേ ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത, ഇങ്ങനെ ഒന്നിനൊന്നായി ഈ മൂന്നെണ്ണത്തിൽ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്നുമല്ലാത്ത ഒരു സാധനം അവിടെ ഉണ്ടാവണമല്ലോ. ഇതാ ഞാൻ ഉണർന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ 7 മണിക്കൂർ നേരം ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്വപ്നമുണ്ടായി, ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ വ്യുത്ഥിതനായി ജാഗ്രതയിലേക്ക് വന്നു എന്നിങ്ങനെ പറയാനായി
ഉറങ്ങിയവനും ഉണർന്നിരുന്നവനും സ്വപ്നം കണ്ടവനും ഇത് മൂന്നും ഒരാൾ തന്നെയല്ലേ? അതെ, അങ്ങനെയുള്ള ഒരാളെയാണ് ഈ നാലാമത്തത് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ നാലാമത്തെ എന്നുള്ളതിന് പറയുന്ന വാക്കാണ് തുരീയം. തുരീയം എന്ന്. ആ നാലാമത്തെ പൊരുളുണ്ടല്ലോ, ഇത് 1, 2, 3, 4 അല്ല, 1, 2, 3 അല്ലാത്ത 1, 4 എന്ന്. ഈ ക്രമത്തിൽ പറയുന്നതല്ല നാലാമത്തേതെന്ന്. 1, 2, 3 ഈ മൂന്നുമല്ലാത്ത ഒന്നിനെ 4 എന്ന് പറയണു. അങ്ങനെ ഈ നാലാമത്തെ സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നതായ ഈ തുര്യമുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും രഹസ്യം. അവിടുന്നാണ് ഉദ്ഭവം, അതിൽ തന്നെയാണ് സ്ഥിതി, അതിൽ തന്നെയാണ് ലയം. അപ്പം നിങ്ങൾ ഈ ലോകത്തെ കണ്ട് ഭയപ്പെടരുത്, അനാവശ്യമായി അതിശയിക്കുമരുത്. ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളുണർവ് സൃഷ്ടിക്കുന്നതാണ്, ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ലോകം നമ്മേക്കാൾ എത്രയോ അതിശയാവഹമായിട്ടുള്ളത് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അങ്ങനെയല്ല, ലോകത്തേക്കാൾ എത്രയോ അതിശയാവഹമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മളിൽ നിന്നാണ് ലോകം, ലോകത്തിൽ നിന്നല്ല നമ്മൾ. നമ്മുടെ ശരീരം ലോകത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കതിന് വിരോധമില്ല. പക്ഷേ നമ്മൾ ശരീരമല്ല. ആ ശരീരത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ ശരീരവും ശരീരമടക്കം ഇന്ദ്രിയങ്ങൾ കാണുന്ന ലോകവും രണ്ടും നിശേഷം ഇല്ലാതെയായി കിടന്നുറങ്ങണു നമ്മളിലുള്ള വ്യക്തിത്വം. അവിടെ നിന്നാണ് പിന്നെ സ്വപ്നം ഉണ്ടാവുന്നത്. സ്വപ്നം വിട്ട് ജാഗ്രതയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ മൂന്നിനും കാരണക്കാരനായി ഇരിക്കുന്ന നാലാമത്തൊരു പൊരുളുണ്ടല്ലോ, അവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം. അതാണ് പറയുന്നത്, ദി എൻറ്റയർ യൂണിവേഴ്സ് ഇമാജിൻ ഇറ്റ് ആസ് എ സ്ഫിയർ ഓർ എ സർക്കിൾ, സോ ടു സേ. The universe is a circle whose center is everywhere and whose circumference is nowhere. When you look at the universe, you are the center of the universe. When another looks at the universe, he becomes the center of the universe. And the entire universe becomes, as I would like to put it, an unbounded sphere. There cannot be an unbounded sphere, but it looks spherical, no doubt, but it is an unbounded one. This is the nature of the universe. ഈ യൂണിവേഴ്സ് എന്നൊന്നും ഉണ്ടാവണമെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ ആദ്യമായി വേണം. അവൻ്റെ മുൻപിലും അവൻ്റെ ചുറ്റിലും മാത്രമേ ഈ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. പ്രപഞ്ചത്തെ കാണാൻ ഒരാളില്ലെങ്കിൽ അവിടെ പ്രപഞ്ചമില്ല. ആ ദ്രഷ്ടാവാണ് ദൃശ്യത്തിനേക്കാൾ മുൻപ്. അതുമാത്രമല്ല, ഒരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണത്? ദ്രഷ്ടാവിലാണോ ദൃശ്യം, അതോ ദൃശ്യത്തിലാണോ ദ്രഷ്ടാവ് എന്ന്? ഈ ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയണം. നമ്മൾ നോക്കിക്കാണുന്നവനിലാണോ ഈ നോക്കിക്കാണുന്ന പ്രപഞ്ചം, അതോ ഈ പ്രപഞ്ചത്തിലാണോ നോക്കിക്കാണുന്ന നമ്മൾ എന്ന്? ഇതിന് നിങ്ങൾ മറുപടി പറയണം. പറയോ? അതിനാണ് ഈ ആത്മതത്വ സമീക്ഷ അഷ്ടാവക്ര സംഹിത ചർച്ച ചെയ്യുന്നത്. വേറെ ഒന്നിനുമല്ല, ഇതിന് മാത്രമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പാഞ്ചഭൗതികമാണെന്ന് ഞാൻ പറഞ്ഞു. ആ പാഞ്ചഭൗതികം കൊണ്ടൊരു പിണ്ഡം മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചാൽ അത് ഈ ലോകത്തിലൊരു ജീവനായി നിൽക്കാൻ പോകുന്നില്ല. പാഞ്ചഭൗതികമാണ് നമ്മുടെ ശരീരം എന്നത് ശരി. പക്ഷെ നമ്മുടെ ശരീരമാണോ വാസ്തവത്തിൽ ജീവിക്കുന്നതും ജീവാനുഭവങ്ങൾ ഉണ്ടാവുന്നതും അറിവും വ്യവഹരിക്കുന്നതുമെല്ലാം? ശരീരം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? അന്നമയ കോശമാണത്. മാറ്ററും എനർജിയും കൂടി ഉണ്ടായിട്ടുള്ള ഒരു സംഘാതമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാനാണ് ഒരു ഭാഗത്ത് ഭക്ഷണം, മറുഭാഗത്ത് പ്രാണവായു സഞ്ചാരമെല്ലാം. ഇതെല്ലാം നടക്കുന്നത് ശരീരത്തിലാണ്, പാഞ്ചഭൗതിക ശരീരത്തിലാണ്. പ്രാണസഞ്ചാരമുണ്ട്, ഭക്ഷണവും കഴിക്കണു, അത് ദഹിക്കണു. ഇതൊക്കെ ഉണ്ടായാലും കോമയിൽ കൊല്ലങ്ങളോളം കിടക്കുന്നവരില്ലേ രോഗികൾ? നിങ്ങൾ എന്തു പറയണു അതിനെപ്പറ്റി?
ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ മാംസപിണ്ഡമാണോ വാസ്തവത്തിൽ ജീവിക്കുന്നത്? അല്ലല്ലോ. ജീവൻ ജീവൻ എന്ന് പറയണ ആ ജീവിതം എന്ന് പറയുന്നത് ഈ ദേഹത്തിനുള്ളതല്ല, അത് ജീവൻ ഉള്ളതാണ്. ജീവൻ ഉള്ളതാണ് ജീവിതം. ദേഹമല്ല ജീവിക്കുന്നത്, ദേഹത്തോടു കൂടി ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു ഷർട്ട് കിട്ടിയാൽ ഒരു ശരീരമില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇടാൻ പറ്റുമോ നമുക്ക്? ശരീരമുള്ളപ്പോൾ അതിന് ധരിക്കാനാണ് വസ്ത്രം. വസ്ത്രം ധരിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ഈ ശരീരവും അതുപോലെ ഒരു വസ്ത്രമാണ്. അത് ധരിക്കാനുള്ളത് ജീവനാണ്. ആ ജീവനെയാണ് മനുഷ്യൻ, വ്യക്തി എന്ന് നാം പറയുന്നത്. ആ ജീവൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതല്ല, അല്ല അല്ല അല്ല. ബയോളോജിക്കലായിട്ടുള്ള പ്രക്രിയകളിലൂടെ ബയോളോജിക്കലായ ഒരു പരിണാമം എന്നുള്ള നിലയ്ക്ക് മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചത് ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനെ അമ്മ പ്രസവിച്ചിട്ടില്ല, ഇല്ല ഇല്ല. നേരെ മറിച്ച് അമ്മയുടെ ഗർഭത്തിൽ സ്പേമും ഓവവും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ നടത്തിയതും തന്മൂലം ഒരു വീറ്റസിന് രൂപം കൊടുത്തതും അതിന് അംഗോപാംഗങ്ങൾ രചിച്ചതുമെല്ലാം ഈ അമ്മ അറിയാതെ, അമ്മയുടെ പങ്കാളിത്വം ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. അത് അമ്മ പ്രസവിച്ച കുട്ടിയല്ല, ആ ജീവനാണത്. ആ ജീവൻ അനാദിയായി നിലനിൽക്കുന്നതാണ്. അത് മാതൃഗർഭത്തിൽ അതിനൊരു മാംസപിണ്ഡമുണ്ടാക്കി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ജീവനാണ് ഇവിടെ എല്ലാം കൂടിയുള്ള പ്രധാനപ്പെട്ട ഘടകം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജീവൻ ഒരെണ്ണം ഉള്ളപ്പോൾ മാത്രമേ അതിനൊരു ശരീരമുണ്ടാകൂ, ആ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകൂ, ആ ഇന്ദ്രിയങ്ങൾ മുഖേന ലോകവസ്തുക്കളെ കണ്ട് ദാ പ്രപഞ്ചം, ലോകം എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നിലാണ്, അവസാനം തന്നിലാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇടയിൽ വന്ന് നിൽക്കുന്നത് മാത്രമാണ്. അതാണ് ഇവിടെ അഷ്ടാവക്ര മഹർഷി പറയുന്നത്, വാരിധേരിവ ബുദ്ബുദഃ ഉദേതി ഭവതോ വിശ്വം. ജനക മഹാരാജാവേ, അങ്ങയിൽ നിന്നാണ് വിശ്വം ഉദ്ഭവിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് കുമിളകൾ എന്നതുപോലെ വിശ്വത്തിന് കുമിളസ്ഥാനമേ ഉള്ളൂ, അങ്ങയ്ക്ക് സമുദ്രസ്ഥാനമാണ്. നമ്മുടെ ശരീരമല്ല സമുദ്രം പോലെയുള്ളത്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വ്യാപ്തിയാണ് സമുദ്രസമം, ആകാശസമം അല്ല, അതിലേറെയും. പ്രത്യക്ഷമപ്യവസ്തുത്വാത് വിശ്വം നാസ്ത്യമരേ ത്വയി രജ്ജു സർപ്പൈവ വ്യക്തം ഏവമേവ ലയം പ്രജാ. പ്രത്യക്ഷമായി നമ്മളിത് കാണുന്നുണ്ടെങ്കിലും ആലോചിച്ച് പരിശോധിച്ച് നോക്കിയാൽ അത് വസ്തുവല്ല, അവസ്തുവാണെന്ന് മനസ്സിലാവും. പ്രത്യക്ഷത്തിൽ കണ്ടത് മുഴുവൻ ശരിയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രത്യക്ഷത്തിൽ കണ്ടത് മുഴുവൻ, പ്രത്യക്ഷമായിട്ട് സൂര്യൻ ഉദിക്കുന്നതായി നാം കാണുന്നു. ഏത് ശാസ്ത്രജ്ഞൻ്റെ കണ്ണു വെച്ച് നോക്കിയാലും സൂര്യൻ ഉദിക്കുന്നുണ്ട്. ആ ഉദിച്ച സൂര്യൻ ഇങ്ങനെ ആകാശത്തിൽ സഞ്ചരിക്കണു, വൈകുന്നേരം അസ്തമിക്കണു. ഈ സൂര്യ ഉദയവും അസ്തമനവും ഇല്ല എന്ന് നമുക്ക് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നോബഡി ക്യാൻ ഡിനൈ that the sun rises and also sets. In between it also travels in its trajectory. This is what everyone feels, will continue to feel. Does it necessarily mean that what he feels and what eyes are revealing, is it a true phenomenon? Or the true phenomenon, when properly inquired into and rightly assessed by the intelligence, is entirely different and completely invalidates the visual assessment or comprehension. കണ്ണുകൊണ്ട് കാണുന്ന ഈ വസ്തുതയെ തീരുമാനം നിഷേധിക്കുന്നതാണല്ലോ ബുദ്ധിപരമായി ആലോചിച്ച് നോക്കി. സൂര്യനല്ല വട്ടം തിരിയുന്നത്, ഭൂമിയാണ് വട്ടം തിരിയുന്നത്. ആ വട്ടം തിരിച്ചൽ നമ്മൾ അറിയാത്തത് കൊണ്ട് സൂര്യൻ തിരിയുന്നത് പോലെ തോന്നുന്നു എന്നേ ഉള്ളൂ. അപ്പം കണ്ണുകൊണ്ട് കണ്ടാൽ തോന്നുന്ന ഈ സൂര്യഭ്രമണമുണ്ടല്ലോ, അത് നമ്മുടെ ബുദ്ധി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഫാക്റ്റ് ഏതാ? സൂര്യൻ ഭ്രമണം ചെയ്യുന്നു എന്നതോ ഇല്ല എന്നുള്ളതോ? എന്താ മിണ്ടാത്തെ? അതെങ്ങനെ നിങ്ങൾ പറയണു? പ്രത്യക്ഷമായിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്ത്?
ഈ പ്രപഞ്ചം പ്രത്യക്ഷമായി നാം കാണുന്നുണ്ടെങ്കിലും അതിന് വസ്തുത്വമില്ല, അതിന് പാരമാർത്ഥികതയില്ല, വ്യാവഹാരികമാകാമത്, അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസ രൂപത്തിൽ അതിനെ തൊടുത്തുവിടുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഉണർവാണ്, ചേതനയാണ്. അതിൻ്റെ ഒരു പ്രകടന രൂപമാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സ് സമുദ്രം പോലെ വിശാലമാണ്. അതിലുദിക്കുന്ന ബുദ്ബുദങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഒരു പ്രപഞ്ചമല്ല, 18,000 പ്രപഞ്ചം വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ടു വരുന്നതിന് ഒരു വിഷമവുമില്ല. നിങ്ങൾ സ്വപ്നം കാണുന്നത് എല്ലാം കൂടി 5 മിനിറ്റോ 6 മിനിറ്റോ ആയിരിക്കും. പക്ഷേ അതിലുള്ള അനുഭവം എത്രയോ വർഷങ്ങളുടെ അനുഭവമാണ് നിങ്ങൾക്കുണ്ടാവുക. ഇത് മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്നത് ഈ പ്രപഞ്ചമല്ല, കാണപ്പെടുന്ന വസ്തുക്കളല്ല, പഞ്ചഭൂതങ്ങളല്ല, നമ്മുടെ ഉള്ളിലുള്ള ഉണർവ് മാത്രമാണ്. നമ്മുടെ സർവ്വ അനുഭവങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? സർവ്വ അനുഭവങ്ങളിലും പ്രധാനപ്പെട്ട ഘടകം എന്താ? അനുഭവിക്കുന്ന നാം, അനുഭവി ഉണ്ടെങ്കിലേ അയാൾക്കൊരു അനുഭവം ഉണ്ടാകൂ. ആ എല്ലാ അനുഭവങ്ങളിലും ആരാണ് പ്രഥമം? ഒന്ന് പറയും ഈ സദസ്സ്. പ്രഥമനല്ല കേട്ടോ, പായസത്തിൻ്റെ വർത്തമാനമല്ല പറയുന്നത്. ആദ്യത്തെ ഘടകം എന്താ? അനുഭവിക്കുന്നവൻ ഉണ്ടെങ്കിലേ ആ ആള് ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് വസ്തുക്കളെ കാണുള്ളൂ. കണ്ണ് സ്വയം കാണില്ല, കൈ സ്വയം പൊങ്ങില്ല. നമ്മുടെ ഹാർട്ടിനെ മിടിപ്പിക്കാനും ലങ്സിനെ ചുക്കി വികസിപ്പിക്കാനും എല്ലാറ്റിനും ബ്രെയിൻ സിഗ്നൽ ആവശ്യമാണ്. ആ ബ്രെയിനാണ് ഈ കോൺഷ്യസ്നസിൻ്റെ ആദ്യത്തെ പ്രവർത്തന മേഖലാ കേന്ദ്രം. അപ്പോൾ ആദ്യമായി നമുക്ക് ആവശ്യം ഉണർവാണ്. ആ ഉണർവിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം ഈ അനുഭവിക്കുന്നവൻ ആദ്യം വേണം. ആ അനുഭവിക്കുന്നവൻ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ അനുഭവം എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യം എന്തോ അത് അറിയപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്. അപ്പോൾ സർവ്വ അനുഭവങ്ങളിലും അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയുടെ പരിണത ഫലമാണ്. ആ പ്രക്രിയ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ there must be the subject, the author, the source of all activity, experience and interaction. മനസ്സിലാവുന്നുണ്ടോ? അതോ ഇംഗ്ലീഷിൽ പറഞ്ഞു പോയതുണ്ടോ? എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ആ പ്രവൃത്തിക്ക് ആദ്യമായി ആവശ്യം പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ രൂപപ്പെടുത്തുന്നതാണ് പ്രവൃത്തി. ആ പ്രവൃത്തിയുടെ ഫലമാണ്, പരിണത ഫലമാണ് പിന്നെ നമുക്കുണ്ടാവുന്ന പ്രവർത്തന ഫലം. അപ്പോൾ ഏത് പ്രവൃത്തിക്കും ആദ്യത്തെ ആധാരം എന്താണ് എന്നൊന്ന് നിങ്ങൾ എന്നോട് പറയൂ. പ്രവർത്തകൻ. ഞാൻ കണ്ണുകൊണ്ട് നിങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ സൂര്യനെ കാണുന്നു. അപ്പോൾ സൂര്യൻ്റെ ദർശനമാണ് ഈ പരിണത ഫലം. ആ സൂര്യനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആ ദർശനഫലം ഉണ്ടാവണമെങ്കിൽ ആദ്യമായി സൂര്യനെ കാണാനുള്ള ദ്രഷ്ടാവ് അവിടെ വേണം. ആ ദ്രഷ്ടാവ് കണ്ണിനെ സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അല്ലെങ്കിൽ എവിടെയാണോ അവിടേക്ക് അങ്ങോട്ട് ദിശ കൊടുത്ത് അവിടേക്ക് നോക്കിക്കണം. അപ്പം നോക്കണം എന്ന് പറയുന്നവൻ കാണാൻ വേണ്ടി കണ്ണിനെ വിനിയോഗിച്ച് ആ കണ്ണിൽ ഏത് വസ്തുവിനെ കാണണോ അതിൻ്റെ ഒരു പ്രതിച്ഛായ കണ്ണുമൂലം മനസ്സിൽ പതിയുമ്പോഴാണ് നമുക്ക് കാഴ്ച നടക്കുന്നത്. അപ്പം സർവ്വ അനുഭവവേദ്യങ്ങളും അനുഭവത്തിൻ്റെ ഫലമായിട്ടുള്ളതെല്ലാം തന്നെ തനിയെ നിൽക്കുന്നുവോ അതോ അനുഭവിക്കുന്നവനിൽ ആശ്രയിച്ച് നിൽക്കുന്നുവോ എന്ന്. ഞാൻ കുറച്ച് അടുത്ത് വരണോ? നിങ്ങളുടെ മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? You tell me very clearly. Can there be an experience? Can there be an outcome? Can there be a sensory interaction? As a result of which all the interactional outcomes transpire. All of them are referring to this wonderful visible world and whatever constitutes this wonderful world.
all of them are being determined, assessed, apprehended, comprehended by you. In the whole process, you tell me, can any object or its perception be independent, or the total perception totally depends upon the subject, the perceiving subject? കാണുന്നവനിലാണോ കാഴ്ച നിർഭരം, അതോ കാഴ്ചയിൽ കാണുന്നവൻ നിർഭരമോ? ചോദ്യം മനസ്സിലായോ? കാഴ്ച എന്ന് പറയുന്നത് കാണുന്നവനിലാണോ നിർഭരം, അതോ കാണുന്നവൻ കാഴ്ചയിൽ നിർഭരമോ എന്ന്? ഈ ജാഗ്രത അവസ്ഥയിലാണ് നാം പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടും അനുഭവിച്ചും ഉണർന്നിരുന്നത്. ഉറങ്ങുന്ന സമയത്ത് അതിനെ മുഴുവൻ ഒരൊറ്റയടിക്ക് മാച്ചു കളഞ്ഞു. എന്നിട്ടോ അന്നേ വരെ അതേവരെ കണ്ട് സമ്പർക്കം നടത്തിപ്പോന്ന ആ ആള് കണ്ണടച്ച് ആ സമയത്ത് കാഴ്ചകൾ മുഴുവൻ പോയി, കാണപ്പെട്ട പ്രപഞ്ചം പോയി. പക്ഷേ അത് കണ്ടുകൊണ്ടിരുന്നവൻ പോയോ? എന്താ ഇവരും മിണ്ടാതെ? പോയോ? അപ്പം കാഴ്ചയില്ലാതെ ആവുമ്പോഴും കാണുന്നവനില്ലാതെ ആവുന്നില്ല. I don't think anywhere in this world, even in the objective scientific world, anybody has been able to ascertain so far that the objects of the world exist independent of the subject. No object perceived or otherwise experienced by anyone has been able to exist independent of the observer or experiencer, the subject. Whereas the subject is always existing independent of all objects. മലയാളത്തിൽ പറയുകയാണെങ്കിലോ, വിഷയങ്ങളെ ഗ്രഹിക്കുന്നവൻ വിഷയി, സബ്ജക്റ്റ്. ആ വിഷയിയെ വിട്ട ഒരു വിഷയമില്ല, ഓബ്ജക്റ്റ് ഇല്ല. സർവ വിഷയങ്ങളും വിഷയിയാൽ കാണപ്പെടുന്നതോ അറിയപ്പെടുന്നതോ ആണ്. വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനാണ് വിഷയി. ആ വിഷയി സ്വതന്ത്രനായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് വിഷയഗ്രഹണം വേണമെന്ന് തോന്നി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിനിയോഗിക്കുന്നത് അതിനായി. അപ്പം എല്ലാ ഗ്രഹണത്തിലും വിഷയിയാണ് മുമ്പ്, ഗ്രഹണത്തിന് ശേഷവും വിഷയിയാണ് നിലനിൽക്കുന്നത്. വിഷയം അതിൻ്റെ ഇടയിൽ മാത്രം വരുന്നതാണ്, അത് സാപേക്ഷികമാണ്. വിഷയങ്ങൾ വിഷയിയെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവോ ചോദിച്ചാൽ ഇല്ല. പ്രതിദിനം നാം കിടന്നുറങ്ങണു ഒരൊറ്റ വിഷയസംബന്ധവുമില്ലാതെ. ഉറക്കം എന്ന് പറയുന്നത് സകർമ്മക ക്രിയയല്ല, അകർമ്മക ക്രിയയാണ്. കാണുന്നു എന്ന് പറയുന്നത് സകർമ്മക ക്രിയ. ആരെ അല്ലെങ്കിൽ എന്തിനേന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. ഞാൻ ഉറങ്ങി എന്ന് പറയുന്നതിന് അവിടെ കർമ്മമില്ല, ഓബ്ജക്റ്റ് ഇല്ല. ഞാൻ മാത്രമായി കിടന്നുറങ്ങുന്നു. ഒരു വിഷയവും എനിക്ക് യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. അങ്ങനെ വിഷയങ്ങളെയെല്ലാം പൂർണ്ണമായി നിരാകരിച്ച് തുടച്ചു മാറ്റി ഞാൻ മാത്രമായി വിഷയിയിൽ തന്നെ അമർന്നിരുന്ന് ഉറങ്ങുന്ന ആ ഉറക്കമുണ്ടല്ലോ, അത് വിഷയിയുടെ സ്വതന്ത്രതയെയും നൈരന്തര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ ആരും മറുപടി പറയാതെ? വിഷയി നിരന്തരമാണെന്ന് തെളിയുന്നുണ്ടോ ഇല്ലയോ? എന്താ ഒരു മിണ്ടാതെ? ഈ അഷ്ടാവക്ര സംഹിതയിൽ മുഴുവൻ നമുക്ക് പറയാനുള്ളത് ഇതാണ്. ജനകൻ നിരന്തരനാണ്. കാഴ്ചകളാണ് വിച്ഛിന്നമായിട്ടുള്ളത്. മറ്റെല്ലാം ഡിവിസിബിളാണ്, വിഭജിക്കുന്നതാണ്. ഈ വിഷയിൽ മാത്രം ഒരു വ്യത്യാസവും നടക്കില്ല എന്ന്. ആ വിഷയി ഇല്ലാതെ ഒരനുഭവം നമുക്കുണ്ടോ? സർവ അനുഭവങ്ങളും വിഷയത്തിലോ വിഷയിലോ. ഇപ്പോൾ സൂര്യനെ നമ്മൾ കാണുന്നു, എവിടെയോ ഉദിക്കുന്നു സൂര്യൻ, ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെ. നമ്മൾ ഭൂമിയുടെ ഏതോ ഒരു മൂലയിൽ നിന്നാണ് നോക്കി കാണുന്നത്. അപ്പം നാം കാണുന്ന സൂര്യൻ അതിൻ്റെ മുഴുവൻ ദൂരത്തിലുള്ള സൂര്യനല്ല, റിഫ്രാക്റ്റഡ് സൂര്യനെയാണ് കാണുന്നത്. അതിരിക്കട്ടെ. ഈ കാഴ്ച നടക്കുന്നത് കാണപ്പെടുന്ന സൂര്യനിലാണോ അതോ കാണുന്ന നമ്മളിലോ? ഒന്ന് പറയണപ്പാ.
സർവ്വ അനുഭവങ്ങളും അനുഭവിക്കുന്ന ആ വിഷയിലാണോ അതോ വിഷയി അല്ലാതെ ഒരു അനുഭവം വേറെ ഉണ്ടോ? സർവ്വ അനുഭവങ്ങളും വിഷയിലാണ്. വിഷയി എവിടെയാ? പുറത്തോ അകത്തോ? ശരീരത്തിൻ്റെ ഉള്ളിൽ. അത് പാഞ്ചഭൗതികമായ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതിൽ നിന്ന് വിലക്ഷണമാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ സർവ്വ അനുഭവങ്ങളും ആത്മാനുഭവമല്ലേ? എന്താ മിണ്ടാതെ? ആത്മാവിലും ആത്മതലത്തിലുമാണല്ലോ സർവ്വ വിഷയാനുഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങൾക്കെല്ലാം ഉപജ്ഞാതാവ് ആരാ? ആരാ അതിൻ്റെ നിർമ്മാതാവ്? എവിടെയാണത് നടക്കുന്നത്? മാറ്റർ എനർജി ലോകത്തെക്കുറിച്ചുള്ള അനുഭവം നടക്കുന്നത് മാറ്ററിലും എനർജിയിലുമാണോ അതോ മാറ്റർ എനർജിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഉണർവ് എന്ന് പറയുന്ന ആ ഉൾമേഖലയിലോ? ആ ഉൾമേഖലയിലുള്ള അനുഭവമല്ലാതെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഉള്ള അനുഭവങ്ങളെല്ലാം എന്താ? ഓബ്ജക്റ്റ് അനുഭവമോ അതോ സബ്ജക്റ്റ് അനുഭവമോ? ഒന്ന് പറയണപ്പാ. I am asking you, use your intelligence and mind to give me an answer. Are all experiences objective or subjective? And where is this subject? Is it in the body or different from the body, inward to it? All the objects are inert by nature, but the subject is sentient by nature. In the sentient subject and in his own horizon, in his own plane, so to say, alone transpire all experiences whatsoever they are. There is nothing besides the Vishayi, besides the subject. All experiences, including that of the huge world, is actually a subjective experience taking place within your body. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് ഓബ്ജക്റ്റ് എന്നൊന്ന് നിങ്ങൾ പറയും. Is not every object an experience of the subject within itself, himself or herself? അപ്പോൾ എവിടെയാ ഓബ്ജക്റ്റ്? ഒന്ന് പറയൂ. എന്താ നിങ്ങൾ മിണ്ടാത്തേപ്പാ? ഒന്ന് പറയണപ്പാ. ഓബ്ജക്റ്റ് എന്നൊന്നും ഉണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്നത് സബ്ജക്റ്റ് മേഖലയിലാണ്. ഉണർവായിട്ടാണ് നാം അനുഭവിക്കുന്നത്. ഉണർവ് ഓബ്ജക്റ്റല്ല, ജഡമല്ല. അത് ഭൂമിയല്ല, വെള്ളമല്ല, വായുവല്ല, അഗ്നിയല്ല, ആകാശമല്ല. ഇത് അഞ്ചുമല്ലാത്തൊരു വസ്തുവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അവിടെയാണ് ഈ അനുഭവങ്ങൾ മുഴുവനും. ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്കത് ഉണർവുമയമല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ശവത്തിനെ നോക്കുമ്പോൾ പോലും ആ ശവാനുഭവം നിങ്ങളിൽ ഉണ്ടാവുന്നത് ചത്തുപോയ നിങ്ങളിലോ ജീവിച്ചിരിക്കുന്ന നിങ്ങളിലോ? ശവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണപ്പാ. ആ അനുഭവം ഉണ്ടാവുന്നത് ശവത്തിലല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളിലാണ്. അവിടെയാണ് ഈ അനുഭവം. ലോകത്തിലുള്ളതെല്ലാം അനുഭവമാണ്, ഓബ്ജക്റ്റും അനുഭവമാണ്. പക്ഷേ അനുഭവം എന്നുള്ള നിലയ്ക്ക് അതിനെ പരിഗണിച്ചാലോ പരിശോധിച്ചാലോ it is absolutely non-objective, subjective alone, and it is an expression, it is a manifestation, it is a display of the consciousness that is in your body, which animates and activates the body throughout. Pratyakshamapyavastutvad vishwam nastyamale tvayi രജ്ജു സർപ്പ ഇവ വ്യക്തം ഏവമേവ ലയം വ്യജ. ഇങ്ങനെ മനസ്സിലാക്കി എന്തു വേണം? നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രതീതികളെ മുഴുവനും. പ്രതീതികൾ എന്താ? ഇതാ കാണുന്ന ലോകം, പഞ്ചഭൂതങ്ങളടങ്ങുന്ന ലോകം. ഇതിൽ ചരമുണ്ട്, അചരമുണ്ട്, സ്ഥാവരമുണ്ട്, ജംഗമമുണ്ട്. ഇതിൽ ജീവജാലങ്ങൾ അനവധിയാണ്, മനുഷ്യരുമുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ നിങ്ങൾ വകഭേദങ്ങളോടുകൂടി അനേക രൂപത്തിൽ പ്രതിപാദിക്കുന്നതും വ്യവഹരിക്കുന്നതും സൂചിപ്പിക്കുന്നതുമായ ലോകം മുഴുവനും വാസ്തവത്തിൽ നമ്മുടെ ഉണർവ് രൂപത്തിലുള്ള വിഷയിലുള്ള പ്രതിഭാസങ്ങളും പ്രകടനങ്ങളുമാണെന്ന് മനസ്സിലാക്കി എല്ലാറ്റിനെയും ഉണർവുമയമാക്കി തീർത്ത് ആ ഏകത്വത്തിൽ അങ്ങോട്ട് ദർശിക്കണം. അതാണ് ഈ ലയം വ്രജ എന്ന് പറയുന്നത്. ത്രിപുടി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കാണുന്നവൻ, കാണൽ, കാഴ്ച.
ഈ മൂന്നെണ്ണവും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളുണർവിൽ നാം കൽപ്പിക്കുന്ന വകഭേദങ്ങളാണ്. അവിടെ മൂന്നെണ്ണമില്ല, എല്ലാം കൂടിയിട്ട് ഒന്നേ ഉള്ളൂ. സമുദ്രത്തിൽ എത്ര അലകൾ വേണമെങ്കിൽ ഉണ്ടാവാം. ഒരു നോട്ട് പുസ്തകം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സമുദ്രതീരത്ത് ചെന്ന് നിൽക്കൂ. വരുന്ന അലയെ എങ്ങനെ മാർക്ക് ചെയ്യൂ? 1, 2, 3. 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്നാൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എത്ര അല മാർക്ക് ചെയ്തിട്ടുണ്ടാവും? ആ അല മുഴുവനും സമുദ്രത്തിലുണ്ടോ നോക്കിയാൽ കാണുമോ? എന്താ ഒരു മിണ്ടാതെ? നിങ്ങളെങ്ങനെയാണ് മാർക്ക് ചെയ്തേ? മാർക്ക് ചെയ്ത അളവ് മുഴുവൻ അവിടെ ഉണ്ടോ? എല്ലാം കൂടി സമുദ്രം, ഒറ്റ സമുദ്രമേ ഉള്ളൂ. അതിൽ ഉപരിതലത്തിൽ വെള്ളം ഉയർന്നു താഴുന്നു, ഉയർന്നു താഴുന്നു, ഉയർന്നു താണു. ഈ ഉയർച്ച കൊണ്ടോ താന്നത് കൊണ്ടോ സഞ്ചാരം കൊണ്ടോ സമുദ്രത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. അകിലിൻ്റെ ആകത്തൊക്കെയ്ക്ക് ഒരു മാറ്റമില്ല. അത് ജലമയം, ജലമയം, ജലമയം. സമുദ്രം ജലമയമോ അതോ തരംഗമയമോ? എന്താ ഒരു മിണ്ടാതെ? പിന്നെ എവിടെ പോയി നിങ്ങളുടെ തരംഗം? തരംഗത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോ ജലമല്ലാതെ? അപ്പം ജലമല്ലാത്ത തരംഗത്തെ നോക്കി എന്തിന് തരംഗം എന്ന് പേര് പറഞ്ഞ് 1, 2, 3 എന്ന് നിങ്ങൾ കുറിച്ച നിങ്ങളല്ലേ പമ്പരവിഡ്ഢി. എന്താ ഒരു മിണ്ടാതെ? പമ്പരവിഡ്ഢിയല്ലേ നിങ്ങൾ? എനിക്കിവിടെ കുറിക്കാനൊന്നുമില്ല, ഒറ്റ സമുദ്രവും അതിലത്തെ ജലമേ ഉള്ളൂ. ആ ജലം രൂപഭേദപ്പെടുന്നില്ല, ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ് നോട്ട് പുസ്തകം വല്ലവരുടെ കയ്യിലും കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ ഉറക്കെ പറയണ്ടേ, ഒറ്റ സമുദ്രം, ഒരു ജലമേ ഉള്ളൂ എന്ന്. അതാണ് നമുക്കിവിടെ ആവശ്യം. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണൻ പറയണത് 7-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയുടെ ശ്ലോകത്തിൽ ഏ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്ചയേ മത്തയേ വേദിതാൻ വിദ്ധി നത്വഹം തേഷു തേ മയി. കൃഷ്ണൻ പറയുകയാണ് ഈ ലോകത്തിനെ കുറിച്ച്. 6 അധ്യായം വരെ അദ്ദേഹം ആത്മസിദ്ധാന്തങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിച്ചു. ധ്യാനം എന്താണെന്നും സൂചിപ്പിച്ചു. ധ്യാനം കൊണ്ടേ ആത്മതലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് 7-ാമത്തെ അധ്യായം മുതൽക്ക് 7 മുതൽ 12 വരെ 6 അധ്യായത്തിൽ ഭഗവാനും ഈശ്വരനും ലോകവും സൃഷ്ടിയും ഘടനയും എല്ലാം കൂടി അവതരിപ്പിക്കുകയാണ്. അതിൽ 10-ാമത്തെ അധ്യായത്തിലാണ് വിഭൂതി യോഗം എന്നും 11-ൽ വിശ്വരൂപ ദർശനവും ഇത് രണ്ടും നടക്കുന്നത്. പിന്നെ 12-ലാണ് ഭക്തി. അപ്പം അതിൽ അദ്ദേഹം പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഏ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്ചയേ മത്തയേ വേദിതാൻ വിദ്ധി നത്വഹം തേഷു തേ മയി. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ പ്രകടന വിശേഷവും സൃഷ്ടിവിശേഷവുമാണ്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ പ്രകൃതിയുടെ ഘടകങ്ങളാണ്. ദേ ആർ നോട്ട് ഫിസിക്കൽ ഓർ chemical elements or constituents. They are spiritual postulates. പ്രകൃതിയെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്ന സമയത്ത് ആ പ്രകൃതിക്ക് 3 ഘടകങ്ങളാണ്: സത്വം, രജസ്, തമസ്. ഇത് 3 വിധത്തിലുള്ള ഗുണവിശേഷങ്ങളാണ് പ്രകൃതിയുടെ. ആ 3 ഗുണങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലത്തെ ചരങ്ങളും അചരങ്ങളും മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് മുഴുവനും ഗുണഭാവങ്ങളാണ്, ഗുണങ്ങളുടെ പ്രസരണവും പ്രകടന വിശേഷവുമാണ്. അതിൽ സാത്വികമായി എന്തെല്ലാമുണ്ടോ, രാജസമായി എന്തെല്ലാമുണ്ടോ, താമസമായി എന്തെല്ലാമുണ്ടോ. അതുകൊണ്ടാണ് ശ്രീരാമൻ ജനിച്ച കാലത്ത് ഒരു രാവണനും ഉണ്ടായത്, യുധിഷ്ഠിരൻ ജനിച്ച കാലത്ത് ഒരു ദുര്യോധനും ഉണ്ടായത്. ഒരാൾ സാത്വിക പ്രധാനി, പിന്നെ ഒരാളോ രാജസ താമസ പ്രധാനി. ഇത് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല. സത്വഗുണത്തിന് രജോ ഗുണം വേണം, രജോ ഗുണത്തിന് തമോ ഗുണം വേണം. ഇത് 3ഉം കൂടി ആ 3ൻ്റെ അനുപാതത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, 3ഉം ഉണ്ടാവൂ. അങ്ങനെ എന്തെല്ലാം സാത്വികമായിരിക്കുന്ന നന്മ, പ്രശാന്തവും മംഗളകരവുമായ ഭാവങ്ങളുണ്ടോ, അല്ല കുറച്ച് ക്രിയാത്മകമായി കടപടക്കാരെല്ലാം ഉണ്ടോ, രാജസം. പിന്നെ താമസമായിട്ടുള്ളത് അജ്ഞാനത്തിനും മോഹത്തിനും വിധേയമായി കഴിയുന്നവർ. ഇതെല്ലാം മത്തയേവേദിതാൻ വിദ്ധി, എന്നിൽ നിന്നാണ് വന്നിരിക്കണതെന്ന് നീ മനസ്സിലാക്കണം അർജുന. എല്ലാം എന്നിൽ നിന്ന്, എന്നിൽ നിന്ന്, എന്നിൽ നിന്ന്. കളിമണ്ണിൻ്റെ ഒരു കൂമ്പാരം കൊശവഗൃഹത്തിലുള്ളതാണ്.
ആ കൂമ്പാരത്തിൽ നിന്ന് അവർ പലതരത്തിലുള്ള മൺപാത്രങ്ങളും ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയ ഓരോ മൺപാത്രത്തിലും മണ്ണുണ്ടാവുമോ ഇല്ലേ? എന്താ ഒരു മിണ്ടാത്തെ? മണ്ണുകൊണ്ടുള്ള മൺപാത്രത്തിൽ മണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ ആ കൂമ്പാരം എത്ര മൺപാത്രം ഉണ്ടാക്കിയോ അതിനനുസരിച്ച് അത് കുറഞ്ഞു വരും. ആ മണ്ണിങ്ങനെ കൂമ്പാരമായി കൂട്ടിയിരിക്കുക. അത് ചളിയാക്കി അരയ്ക്കണമെങ്കിൽ അരച്ച് അതിൻ്റെ കല്ലൊക്കെ നീക്കി അവർ കൈ കൊണ്ടതൊക്കെ പിടിപ്പിച്ച് പാത്രമാക്കി വെച്ച് ചൂളയിൽ വെച്ചെടുത്ത് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചു. അങ്ങനെ ഓരോ പാത്രവും നിരത്തി അടുത്തടുത്ത് വയ്ക്കുമ്പോൾ കുറേ അധികം സ്ഥലം വേണം. ഇതെല്ലാറ്റിലും ആ മൂലമായ മണ്ണുണ്ട്. സ്വർണം കൊണ്ടുണ്ടാക്കിയ പണ്ടങ്ങളിലെല്ലാം ആ സ്വർണം കാണും. അതേപോലെയാണോ ഈ സൃഷ്ടിവിശേഷം എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നു, മത്ത ഏവേദി താൻ വിദ്ധി, എന്നിൽ നിന്നാണ് ഈ സത്വരജസ്തമോ ഗുണമയങ്ങളായ സൃഷ്ടിവിശേഷങ്ങൾ മുഴുവനും. പക്ഷേ നത്വഹം തേഷു തേ മയി, അവയെല്ലാം എന്നിൽ നിൽക്കുന്നു എന്നത് ശരി, പക്ഷേ ഞാൻ ഒന്നിലുമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഈ സൃഷ്ടിയെ പറ്റിയിട്ട് പറയുകയാണ്. ഈ സൃഷ്ടി മുഴുവനും എന്നിലാണ് നിൽക്കുന്നത്. എന്നാൽ ഉണ്ടാക്കിയ മൺപാത്രത്തിലൊക്കെ മണ്ണുള്ളത് പോലെ ഞാൻ ഈ സൃഷ്ടി വസ്തുക്കളിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്ന്. അതാണ് വിശേഷം, ഈ പ്രപഞ്ചത്തിൻ്റെ വിശേഷം. ഞാനിവിടെ എന്താ നിങ്ങളോട് പറഞ്ഞത്? പ്രത്യക്ഷമപ്യവസ്തുത്വാത്, പ്രത്യക്ഷമായി ഈ ലോകത്തെ നാം കാണുന്നുണ്ടെങ്കിലും അതിന് വസ്തുത്വം കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ പറയുകയാണ്. ഇതെല്ലാം എന്നിൽ നിന്നും ഉണ്ടായതാണെങ്കിലും ഞാൻ ഒന്നിലുമില്ല. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതഃ. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എൻ്റെ അവ്യക്തമായിരിക്കുന്ന മൂർത്തിയാൽ വ്യാപിക്കപ്പെട്ടതാണ്. മത്സ്ഥാനി സർവഭൂതാനി, എന്നിലാണ് എല്ലാ ഭൂതങ്ങളും നിൽക്കുന്നത്. നചാഹം തേഷ്വവസ്ഥിതഃ, എന്നാൽ ഒന്നിലും ഞാനില്ല എന്ന്. എല്ലാം എന്നിലാണെങ്കിൽ ഞാനും എല്ലാറ്റിലും ഉണ്ടാവണമല്ലോ, അതില്ല എന്നാണ് പറയണേ. നിങ്ങൾ കേൾക്കണുണ്ടോ? ഓ, അടുത്ത് പറയണതോ പറഞ്ഞാൽ കേൾക്കാമെന്നല്ലേ. നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. നച മത്സ്ഥാനി ഭൂതാനി, ആദ്യം പറഞ്ഞു ഈ ഉണ്ടാക്കിയ വസ്തുക്കളെല്ലാം എന്നിലാണ്, ഞാൻ അതിലില്ല എന്ന്. ഇപ്പം പറയണു നച മത്സ്ഥാനി ഭൂതാനി, എന്നിലുമില്ല ഇവ. എന്നിലെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നിടത്തും ഞാൻ ഇരിക്കുന്നിടത്തും അത് ഉണ്ടാകണമല്ലോ. പശ്യമേ യോഗമൈശ്വരം, ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസ വിശേഷം എൻ്റെ ഐശ്വര്യയോഗം കൊണ്ട് ഞാൻ രചിക്കുന്നതാണ്. അപ്പം ഈ ലോകത്തിന് വസ്തുത്വമില്ല എന്നല്ലേ കൃഷ്ണൻ പറയുന്നത് ഇവിടെ? എന്താ അവരും മിണ്ടാതെ? നചമത്സാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. സ്വാമിജി ഇതിങ്ങനെ പറയുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഓ, തെളിവുണ്ടല്ലോ. തെളിവില്ലാതെ ഒരു കാര്യവും പറയണില്ല. നിങ്ങൾ കിടന്നുറങ്ങി, ആ ഉറങ്ങിയത്തിൽ ഒരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം എന്ത് സ്വപ്നവുമാവാം. ചിലപ്പോൾ സ്വപ്നം കാണും, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിഞ്ഞു എന്ന് സ്വപ്നം കാണും. എന്നിട്ട് ഭാര്യാഭർത്താക്കന്മാരായി സഞ്ചരിച്ചു, വിദേശത്തേക്ക് പോയി ഹണിമൂൺ ആഘോഷിച്ചു എന്നൊക്കെ സ്വപ്നം കാണും. ഇതൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ അതൊന്നുമില്ല അവിടെ. കല്യാണം കഴിയാത്ത ആൾ അങ്ങനെ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഈ ഇല്ലാത്ത സംഗതികൾ ഉണ്ടാവലുണ്ടല്ലോ. ഈ കണ്ട സ്വപ്നത്തിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ എണീക്കുമ്പോൾ ഇതിലൊക്കെ കുറവ് വരില്ലേ, മാറ്റം വരില്ലേ? അത് വല്ലതും വരുന്നുണ്ടോ? വരണില്ല. അതുപോലെ സ്വപ്നസൃഷ്ടമായിരിക്കുന്ന വസ്തുക്കൾ എങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവനിൽ ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടാവുന്നുവോ അതുപോലെയാണ് ആ വസ്തുക്കളും അതിലില്ല, ഈ ഉറങ്ങിയവൻ വസ്തുക്കളിലുമില്ല. എന്നാൽ പിന്നെ ഈ വസ്തുക്കളുടെ പ്രതിഭാസം അവിടെ ഉണ്ടാവുന്നുമുണ്ട്.
അങ്ങനെ പ്രതിഭാസം രചിക്കാൻ ശക്തമാണ് ഈ ഉറങ്ങിക്കിടന്നിരുന്ന ചേതനാവിശേഷം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് വാസ്തവികമായ ഒരു നിൽപ്പില്ല, ഇതിന് പ്രാതിഭാസികമായ ഒരു നിൽപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനെ മായ എന്ന് പറയുന്നത്. മായ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ആലോചിച്ചു നോക്കിയാൽ നിരൂപിക്കാൻ പറ്റാത്തതും ഉണ്ടെന്ന് സമ്മതിക്കാൻ പറ്റാത്തതും എന്നാൽ അനുഭവവേളയിൽ ഉള്ളതുമായിട്ടുള്ള വിശേഷം. അനുഭവമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അനുഭവിക്കുന്ന സമയത്ത് ആ അനുഭവത്തിനെ കൂലങ്കഷമായി പരിശോധിച്ച് നോക്കി യുക്തിസഹമായി സമീപിച്ച് അപഗ്രഥിച്ചാൽ അതില്ല, ഇതാണെന്ന് ബോധ്യമാവുന്നു. പശ്യമേ യോഗമൈശ്വരം, ഇതാണ് പറയുന്നത്. ന ചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. ശങ്കരാചാര്യൻ പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ആ ദക്ഷിണാമൂർത്തി സ്തോത്രം ദാർശനികമാണെന്നാണ് പറയുക. പഴയ കാലത്ത് ഞാനിത് ധാരാളം ചൊല്ലിക്കൊണ്ടിരുന്നു. ഈ ലെക്ചറൊക്കെ നടത്തുന്ന സമയത്ത് ഇത് ചൊല്ലിയിട്ടേ പിന്നെ തുടങ്ങുള്ളൂ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസ്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമയിദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം. ഞാൻ ചൊല്ലിത്തന്ന ഒന്ന് ചൊല്ലോ നിങ്ങൾ. ശിവൻ്റെ ഒരു വിശേഷപ്പെട്ട അവതാരമാണ് ദക്ഷിണാമൂർത്തി എന്നാണ് പറയുക. ദക്ഷിണാമൂർത്തി എന്താ ആ സങ്കല്പം എന്നറിയോ നിങ്ങൾക്ക്? ദക്ഷിണ എന്ന് പറഞ്ഞാൽ ദക്ഷത, സാമർഥ്യം എന്നാ. എന്തിൻ്റെ ദക്ഷതയാ? ബുദ്ധിയുടെ ദക്ഷതയാണ്. ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ ഒരു ഗ്രന്ഥവും എഴുത്താണിയുമാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് എഴുതി തുടങ്ങുക ഒന്ന് പറയാമോ നിങ്ങൾ എന്നോട്? ആ എഴുതുന്ന ആളുടെ തലയിൽ വേണ്ടത്ര അറിവും അനുഭവവും ഉണ്ടായി അത് നല്ല പോലെ നിറഞ്ഞ് തികഞ്ഞ് അത് പ്രകടമാക്കാൻ സാധിക്കും എന്നുള്ളൊരു നില വരുമ്പോഴാണ് ആ നിറഞ്ഞ് കവിഞ്ഞ് അത് തുളുമ്പി ഒഴുകുന്നത്. അപ്പോഴാണ് ഈ എഴുത്ത്. അതുവരെ എഴുത്തെടുക്കരുത്. മനസ്സിലാ അറിവിങ്ങനെ വർദ്ധിച്ചു വരട്ടെ, പാകപ്പെടട്ടെ. എന്നിട്ട് അത് മൂപ്പത്തിന്ന് വരുമ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നത്. ആ എഴുതാൻ തുടങ്ങുന്ന ആ മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി. അദ്ദേഹത്തിനെ ഉപാസിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബുദ്ധി, പ്രതിഭാശാലിത്വം അതിനുണ്ടാവും. ദക്ഷിണാമൂർത്തി ഉപാസന കൊണ്ട് വരുന്നത് അതാണ്. നിങ്ങളുടെ അറിവ് നല്ലപോലെ വർദ്ധിച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാനും പഠിപ്പിക്കാനും സാധിക്കും. അതിനുള്ളൊരു വിശേഷം. ആ ദക്ഷിണാമൂർത്തിയെ പറ്റി അദ്ദേഹം എഴുതുകയാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ വരി. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. കേട്ടോളൂ. ഈ കാണുന്ന വിശ്വം മുഴുവനും ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എങ്ങനെയാ? കണ്ണാടി അങ്ങനെ കാണിച്ചാൽ ഉടനെ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ദൂരങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും. പ്ലെയിൻ ഗ്ലാസ്സാണത്. അത് എന്ത് വസ്തുവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി കാണിച്ചാലും ആ വസ്തുവിൻ്റെ ഒരു പ്രതിബിംബം പെട്ടെന്ന് അത് എത്ര ദൂരെയോ അത്ര ദൂരത്തിൽ, അത് എന്ത് നിറത്തിലോ ആ നിറത്തിൽ, അതിന് എന്ത് ആകൃതി ഉണ്ടോ ആ ആകൃതിയിൽ കണ്ണാടി അങ്ങോട്ട് കാണിച്ചു തരും. ഈ തൃശ്ശൂരിലടക്കം ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അവിടത്ത് പോയാൽ അവർ ചെറിയ ഒരു റൂമിലാണ് കണ്ണ് പരിശോധിക്കുക.
എല്ലാം കൂടി ഒരു 8 അടിയോ 6 അടിയോ നീളമുണ്ടാവും. അപ്പോൾ ലോങ് വിഷൻ കാണിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, ഒരു കണ്ണാടി വെച്ച് അതിൽ പ്രതിബിംബിപ്പിച്ച് ആ പ്രതിബിംബിത ദൂരമാണ് നിങ്ങൾ കാണുന്നത്. വാസ്തവത്തിൽ അത്രയും ദൂരം ആ റൂമിലുണ്ടോ? എന്താ ഒരു മിണ്ടാതെ? നിങ്ങളെ പരിശോധിക്കാൻ ഒരു വിഷമവുമില്ല, കണ്ണാടിയാണ് ഉപയോഗിക്കുന്നത് അവർ. ആ കണ്ണാടിയുടെ ഉള്ളിൽ എങ്ങനെയാണോ പ്രതിബിംബിതമായിരിക്കുന്ന അളവുകളും മാനങ്ങളും കാണുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന കണ്ണാടിയിൽ കാണുന്നതാണ് ഈ ലോകം മുഴുവനും മുഴുവനും മുഴുവനും. ഏതെങ്കിലും ഒരനുഭവം നിങ്ങൾക്ക് കടുകളവ് വരെ പുറത്തുണ്ടോ എന്ന് എന്നോട് പറയും. ഉള്ള അനുഭവം മുഴുവൻ ഉള്ളിലാണ്. നിങ്ങൾ കാണുന്ന സൂര്യൻ, നിങ്ങൾ കാണുന്ന ചന്ദ്രൻ, നിങ്ങളുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, കാറ്, ഓട്ടം, വരവ്, പൈസ, എല്ലാം സർവ്വതും നമ്മുടെ ഉള്ളിലുള്ള അനുഭവമാണ്. ശവശരീരത്തിനെ പണ്ടമണിയിച്ചാൽ അതിനറിയോ? ജീവിച്ചിരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഈ വിശ്വം മുഴുവനും ദർപ്പണദൃശ്യമാന നഗരീതുല്യം, ദർപ്പണത്തിൽ കണ്ണാടിയിൽ കാണുന്ന പട്ടണത്തിന് തുല്യമാണ്, തുല്യമാണ്. നിജാന്തർഗതം പശ്യന്ന ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാനിദ്രയാ. കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു നില, അവിടെയാണ് ഈ സ്വപ്നം കാണുന്നത്. എന്നാൽ ആ സ്വപ്നപ്രപഞ്ചം മുഴുവനും ബാഹ്യമായ ഒരു പ്രപഞ്ചത്തെയാണ് ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്നത്. നിങ്ങൾ എന്നോട് പറയൂപ്പ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ബാഹ്യം എന്ന് പറയണത് ആ സ്വപ്നത്തിൽ ഉണ്ടാവുന്നുണ്ടോ അതോ അത് അനുഭവം മാത്രമാണോ? എന്താ പറയണേ? അപ്പം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത ബാഹ്യത്തെ ഉണ്ടാക്കാനുള്ള ശക്തി ഈ ഉണർവ് എന്ന് പറയുന്ന ചേതനാവിശേഷത്തിനുണ്ട്. അവിടെയാണ് സർവ്വ അനുഭവങ്ങളും. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ ഈശ്വരനെ നിങ്ങൾ അനുഭവിക്കുന്നത് പോലും നിങ്ങളുടെ ഉള്ളിലാണ്. ആ ഉള്ള വെളി എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഉണർവ് കൽപ്പിച്ചുണ്ടാക്കുന്ന 2 സ്ഥിതിവിശേഷങ്ങളോ ഭാവവിശേഷങ്ങളോ ആണ്. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അഷ്ടാവക്ര സംഹിതയിൽ പറഞ്ഞത് എന്താ? ആ ഉള്ളിൽ എല്ലാറ്റിനെയും ലയിപ്പിച്ച് ഒന്നാക്കി തീർക്കൂ, ഒന്നാക്കി തീർക്കൂ എന്ന് പറയുക. പേടിക്കാൻ ഒരു ചുക്കുമില്ല ഈ ലോകത്തിൽ, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല അതിൽ. ഇത് കാണുന്ന നമ്മളിലാണ് ഇതിൻ്റെ താക്കോല് മുഴുവനും. നമ്മളിങ്ങനെ പേടിക്കണു, ആകർഷിക്കപ്പെടുന്നു, ദേഷ്യം വരണു, കോപം വരണു, വെറുപ്പ് വരണു. ഇത് മുഴുവനും നമ്മുടെ ഉള്ളു തൊടുത്തു വിടുന്നതാണ്. ഈ പുറമേ യാതൊന്നുമില്ല. ഒരു വസ്തുവിനും ഒരു പ്രതികരണവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് സ്വയം അനുവദിച്ചിട്ടാണ് കാമക്രോധ ലോഭമോഹമത മാത്സര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇത് മുഴുവനും മനസ്സൃഷ്ടികളാണ്, അല്ലാണ്ട് വസ്തുക്കളുടെ സൃഷ്ടിയല്ല. സമദുഃഖ സുഖപൂർണ ആശാനൈരാശ്യയോ സമഃ സമജീവിത മൃത്യുസൻ ഏവമേവ ലയം വ്രജ. ഇതാണ് അവസാനത്തെ ശ്ലോകം 5-ാമത്തെ അധ്യായത്തിൽ. സമദുഃഖ സുഖപൂർണ, സമദുഃഖ സുഖപൂർണ ആശാനൈരാശ്യയോ സമഃ. നിങ്ങളെ എന്താ ശബ്ദമൊന്നും ഞാൻ കേൾക്കണില്ലല്ലോ, എന്തു പറ്റി? എന്നാൽ ഞാനും പതുക്കെ ചൊല്ലാം. ആശാനൈരാശ്യയോ സമഃ, ആശാനൈരാശ്യയോ സമഃ സമജീവിത മൃത്യുസൻ, സമജീവിത മൃത്യുസൻ ഏവമേവ ലയം വ്രജ, ഏവമേവ ലയം വ്രജ. സംക്ഷിപ്ത രൂപത്തിൽ ചുരുക്കി പറഞ്ഞു തരണു. ആര്? അഷ്ടാവക്ര മഹർഷി. ആരെ നോക്കി പറയുന്നു? ജനകനെ നോക്കി. നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. എന്തു വേണം ജനക മഹാരാജാവേ ലയത്തിന് വേണ്ടി എന്നറിയാമോ? അങ്ങ് മഹാരാജാവാണ്, സിംഹാസനത്തിൽ ഇരിക്കണു, വിദ്വത്സസ്സാണ് ചുറ്റും മുൻപിലുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങക്ക് ഈ ലോകത്തിൽ 2 അനുഭവമേ ഉള്ളൂ എന്ന്. സമദുഃഖ സുഖപൂർണ
സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഒരു കുട്ടി ജനിച്ചാൽ സുഖം, ആരെങ്കിലും ഒരാൾക്ക് അസുഖം വന്നാൽ ദുഃഖം, എന്തെങ്കിലും ഉദ്ദേശമായിട്ട് നടന്നാൽ സുഖം, നടന്നില്ലെങ്കിൽ ദുഃഖം. എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. സ്വഗൃഹത്തിലോ പരഗൃഹത്തിലോ ലോകത്തിലോ വീട്ടിലോ എവിടെയായാലും നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുമ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദ. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ഇന്ദ്രിയ വസ്തുക്കൾ ലോകത്തിൽ, ഇത് രണ്ടും കൂടി സമ്പർക്കം നടത്തിയാൽ ഉടനെ ഉണ്ടാവുന്നതാണ് സുഖം അഥവാ ദുഃഖം. അപ്പോൾ ഈ സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവം മാത്രമേ നിങ്ങളുടെ ലോക ജീവിതത്തിലുള്ളൂ. നിങ്ങൾ കുട്ടികൾക്ക് കല്യാണം കഴിച്ചാലും കഴിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയാലും അല്ലെങ്കിലും സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവമേ ഉള്ളൂ. ആ കുട്ടിക്ക് കുട്ടിയുണ്ടായാലും അവന് പേരിടുന്ന സമയത്തും എന്തു തന്നെ വന്നോട്ടെ സുഖം ദുഃഖം എന്നല്ലാതെ രണ്ടനുഭവമല്ലാതെ ഇല്ല. ആ സുഖദുഃഖങ്ങളിൽ സമദുഃഖ സുഖ, അതിൽ സമഭാവം പുലർത്തൂ. സുഖമൊരു നേട്ടമല്ല, ദുഃഖമൊരു കോട്ടവുമല്ല. സുഖമൊരു വരവല്ല, ദുഃഖമൊരു ചെലവല്ല. ഈ സുഖം അനുഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണു? എനിക്ക് സുഖമാണ് എന്ന്. അവിടെ ഞാൻ, എനിക്ക്, എൻ്റെ പ്രകടനമാണ് സുഖം. എനിക്ക് സുഖമില്ല ദുഃഖമാണെന്ന് പറയുമ്പോഴും അതും എൻ്റെ പ്രകടനമാണ്. ഈ രണ്ടിലും ഒരുപോലെ ഞാനില്ലേ എന്നൊന്ന് പരിശോധിച്ച് എന്നോട് മറുപടി പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സുഖമാണെന്ന് പറയുമ്പോഴും എനിക്ക് ദുഃഖമാണെന്ന് പറയുമ്പോഴും ആ എനിക്ക് എന്നുള്ള ഘടകം തുല്യമല്ലേ രണ്ടിലും? എന്താ മിണ്ടാത്തെ? പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം? കുറച്ച് ദുഃഖിക്കുകയും കുറേ സുഖിക്കുകയും. കുറച്ച് നേരം വിശക്കട്ടെ, ഊണ് കഴിക്കൂ, എന്നിട്ട് വയറ് നിറയട്ടെ. ഊണ് കഴിച്ചിട്ട് വയറ് തൊപ്പെന്നിരുന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? വിശക്കണ്ടേ? എപ്പോഴും വിശപ്പായാലും അതും പറ്റില്ല. അപ്പോൾ കുറച്ച് ദുഃഖം അനുഭവിക്കുക, എന്നിട്ടോ സുഖം നുണയുക. അത് കഴിഞ്ഞാൽ സുഖമേ കുറേ നേരമായി, നീയും പോപ്പാ, എന്നിട്ട് കുറച്ച് ദുഃഖം ഉണ്ടാവട്ടെ എന്ന് പറയുക. എന്നിട്ട് ദുഃഖാനുഭവം ഇതും മതി, എന്നിട്ട് സുഖം. അങ്ങനെ മാറി മാറി തരുന്നതാണല്ലോ പ്രകൃതി. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിന. അവ വന്നു പോയിക്കൊണ്ടിരിക്കണു, വരാതെ ഇരിക്കുന്നില്ല, പോകാതെ ഇരിക്കുന്നില്ല. വന്നിട്ടേ ഇഷ്ടമായി എനിക്ക് ആതിഥേയത്വം, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടുമോ? അതുമില്ല. ആഗമാപായികളാണ്, വന്നു പോകുന്നതാണ്. അനിത്യാഹ, അനിത്യങ്ങളാണ്. താൻ തിദിക്ഷസ്വ ഭാരത. അവയെ വിവേകം കൊണ്ട് രണ്ടും ഒരുപോലെ സ്വീകരിച്ചിരിക്കൂ. ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഈവൻനെസ് ഓർ ഈക്വൽനെസ് ഓർ ഈക്വിപ്പോയ്സ് ടുവേർഡ്സ് the coming and going സുഖദുഃഖാസ്. അങ്ങനെ വന്നാൽ പൂർണ്ണഃ, you become full and complete simply by the one practice of evenizing sukha and dukkha. Sukha and dukkha are the only two resultants of all your activities and interactions in the world, no matter where you are. Maybe residential, home interactions, professional interactions in the office, societal interactions outside. It may be religious interactions, it may be secular interactions. Whatever be the nature of interactions and wherever they are pursued, you will find only sukha and dukkha alternates, always arising as an outcome. If you are able to develop equalness and evenness towards these two, you have won over the world. ഇഹൈവതൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ആരുടെ മനസ്സാണോ സാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവർ ഈ ലോകത്തെ ജയിച്ചു കഴിഞ്ഞുവപ്പാ. അർജുനോട് പറയാണ്, ഇഹൈവതൈർജിത സർഗോ, ഈ ക്രിയേഷൻ, ഈ സംസാരത്തെ തന്നെ അവർ ജയിച്ചു, സൃഷ്ടിവിശേഷത്തെ തന്നെ ജയിച്ചു കഴിഞ്ഞു. യേഷാം സാമ്യേ സ്ഥിതം മനഃ, ആരുടെ മനസ്സാണോ സാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. അവരുടെ മനസ്സ് ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മം നിർദോഷമാണ്. സർവദോഷങ്ങളും പോവും സുഖദുഃഖത്തിൽ സമത്വം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ. ആശാനൈരാശ്യയോ സമഃ,
ആശാ നൈരാശ്യയോ സമഃ. ഈ വേദാന്തത്തിൽ എപ്പോഴും പറയും, ആദ്യമായിട്ട് നിത്യാനിത്യ വസ്തു വിവേകം, അത് കഴിഞ്ഞാൽ ഇഹാമുത്ര ഫലഭോഗ വിരാഗം വൈരാഗ്യം, ശമദമാദി ഷഡ്ക സമ്പത്തി 6 കൂട്ടം സമ്പത്തുകൾ, അവസാനം മുമുക്ഷുത്വം സാധന ചതുഷ്ടയം വേണമെന്ന്. അങ്ങനെ വൈരാഗ്യത്തിനെ പറ്റി ധാരാളം പറയുന്നുണ്ടെങ്കിലും അഷ്ടാവക്രൻ പറയുകയാണ്, ആശ പോലെ നൈരാശ്യവും ജനക നിൻ്റെ മനസ്സിൽ തുല്യമായി തീരട്ടെ. ആശയുള്ളവനെ നിരാശ വേണ്ടൂ, നൈരാശ്യം വേണ്ടൂ. നമ്മുടെ മനസ്സിൽ നിന്ന് ആശ പോയാൽ പിന്നെ നമുക്ക് എന്തിനാ വൈരാഗ്യം? ആരോടെ എന്തിന്? ആശയില്ലാത്തൊരാൾക്ക് ഈ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ആശയുണ്ടാവരുത്, പ്രതീക്ഷയുണ്ടാവരുത്. ഈ ആശയുള്ളപ്പോഴാണ് അതിനെ നിയന്ത്രിക്കാൻ പലതും പറയുന്നത്. ആശയുള്ള മനസ്സിനോടാണ് നീ നിരാശത അല്ലെങ്കിൽ വൈരാഗ്യം വളർത്തിയെടുക്കൂ എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ എത്ര ആശയുണ്ടെങ്കിലും ആശിച്ച് മതി എന്ന് പറയുന്നവർ വല്ലവരും ഉണ്ടോ? ഭർതൃഹരി പറയുകയാണ്. ആരായി ഭർതൃഹരി? ഇനിയൊരു രാജാവായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയുടെ പ്രവർത്തന ദൂഷ്യം മനസ്സിലായി, വിശ്വാസദോഷം മനസ്സിലായി. അത് മനസ്സിലായതോടുകൂടി എല്ലാവരുടെയും മനോഗതങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി തക്ക നടപടികൾ അതാത് സമയത്തെടുത്ത് സർവ്വ പ്രജകൾക്കും സ്വാതന്ത്ര്യവും സ്വച്ഛതയും സമാധാനവും നൽകേണ്ട ഞാൻ എൻ്റെ രാജധാനിയിൽ എൻ്റെ ധർമ്മപത്നി രാജ്ഞി അവരുടെ ഉള്ള കൂറുകേട് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഒരു മിനിറ്റിന് ഈ സിംഹാസനത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടാ ഓടി. കാട്ടിലാ പിന്നെ താമസം. കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ രാജഭരണമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഈ ലോകം മുഴുവനും നിരീക്ഷിച്ച് ജീവിതത്തെ അപഗ്രഥനം ചെയ്ത് ലോകവസ്തുക്കളെ വിലയിരുത്തി അദ്ദേഹം 3 ശതകങ്ങളുണ്ടാക്കി. നീതിശതകം, ശൃംഗാരശതകം, വൈരാഗ്യശതകം എന്ന് പറയുന്ന 3 ശതകങ്ങളാണ്. 100 ശ്ലോകങ്ങൾ. വളരെ വിശേഷപ്പെട്ടതാണ്. ഭാരതത്തിൻ്റെ പ്രധാന സാഹിത്യ സൃഷ്ടി വിശേഷമാണ്. അതിൽ പറയുക, ഭോഗാന ഭുക്താ വയമേവ ഭുക്താ തപോന തപ്തം വയമേവ തപ്താ കാലോന യാത വയമേവ യാതാ തൃഷ്ണാന ജീർണ വയമേവ ജീർണ. ആശക്കുണ്ടപ്പന്മാരെ കേട്ടോളൂന്ന്. ആശക്കുണ്ടപ്പന്മാരോട് പറയണ വാക്കാത്. എന്താത്? ഭോഗാന ഭുക്ത വയമേവ ഭുക്ത. നിങ്ങൾ വിചാരിക്കണു ഞാൻ അനുഭവിച്ചു. നിങ്ങൾ അനുഭവിച്ചുവോ അതോ നിങ്ങളെ ലോകവസ്തുക്കൾ അനുഭവിച്ചുവോ? എന്താ ഒരു മിണ്ടാതെ? നിങ്ങൾ 60, 70, 80 കൊല്ലം ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്, ഐ ഹാവ് എൻജോയ്ഡ്, ഇറ്റ് വാസ് എൻജോയബിൾ, ഐ വെൻ ദെയർ, വെരി എൻജോയബിൾ, ഐ എൻജോയ്ഡ്. You enjoyed what? The things of the world, the objects of the world, the luxuries and comforts of the world. By virtue of your enjoyment, have the luxuries and comforts been exhausted, or in the process you get exhausted? ഒന്ന് പറയണപ്പാ. എല്ലാവരും അനുഭവിച്ചു ഈ ലോകത്തെ. അനുഭവിച്ചവരൊക്കെ പോയി പമ്പ കടന്നു. അനുഭവിക്കപ്പെടുന്ന ലോകം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഇവ അനുഭവിച്ചവരാരാ? നമ്മളെ ലോകം അനുഭവിക്കുന്നുവോ അതോ ലോകവസ്തുക്കളെ നാം അനുഭവിക്കുന്നുവോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും മറുപടി പറഞ്ഞേ ഇന്ന് കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഭോഗാന ഭുക്താഹ വയമേവ ഭുക്താഹ. ഈ ലോകത്തിന് നാം ഭുജിച്ചിട്ടില്ല, നമ്മളെയാണ് ലോകം ഭുജിച്ചത്. ഇന്ന് കിടന്നുറങ്ങി നാളെ എണീക്കുമ്പോൾ 1 വയസ്സും കൂടിയായി. നമ്മൾ മരണത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ചിലരൊക്കെ പറയണു ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കും. ഇന്ന് പിറന്നാളോ അതോ മരണ സമീപന ദിവസമോ എന്ന്. പിറന്ന ദിവസത്തിൽ നിന്ന് അകലെയും മരണത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിറന്ന നാളാണോ എനിക്കറിയില്ല. അതെപ്പോഴെങ്കിലും മടങ്ങി വരില്ല. എന്നാലും നമ്മൾ കൊണ്ടാടുന്നു. അപ്പോൾ പിറന്ന നാളെന്നൊരു നാളുണ്ടോപ്പാ? സർവ്വനാളുകളും ഈ ഗോളങ്ങളോട് കൂടി ചേർന്നതാ. നമ്മൾ പിറന്ന ദിവസം അശ്വതി നക്ഷത്രമായിരുന്നു. കുറേ കഴിഞ്ഞാൽ പിന്നെയും വരുന്നു അശ്വതി നക്ഷത്രം. ഇതൊക്കെ ലോകത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും സ്ഥിതിവിശേഷമാണ്. ഭോഗാന ഭുക്ത വയമേവ ഭുക്താ തപോന തപ്തം വയമേവ തപ്താ. പല വിധത്തിലുള്ള തപസ്സും അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്തു എന്ന് പറയണു.
വാസ്തവത്തിൽ തപസ് ചെയ്തോ അതോ തപസ് നമ്മളെ തപിപ്പിച്ചുവോ? തപസ്സിൻ്റെ പേരിൽ കാലോനയാത വയമേവയാത. ഓരോ ദിവസവും നമ്മൾ എണ്ണണു, അത് പോയി. അങ്ങനെ കാലം നീങ്ങുകയാണോ അതോ നിങ്ങൾ സ്വയം നീങ്ങുകയാണോ? കാലത്തിന് വല്ല മാറ്റമുണ്ടോ അവിടെ? ജനിച്ചവരൊക്കെ പിന്നീട് മരണത്തരശൈലിയുടെ പിന്നിലായി. കാലം ഏതിൻ്റെയെങ്കിലും പിന്നിലാവുന്നുണ്ടോ? ഇല്ല. അപ്പം കാലമല്ല ഇവിടെ ഗമിക്കുന്നത്, നമ്മളാണ്. തൃഷ്ണാന ജീർണ വയമേവ ജീർണ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അനുഭവിച്ച് അതിന് ജരയും നരയും പിടിച്ച് ജീർണത്വം വന്നുവോ? അതോ ഈ ആഗ്രഹങ്ങൾ പുലർത്തുന്ന നമ്മളുടെ പല്ലും തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയോ? ഏതാ ഇവിടെ നടന്നിരിക്കണേ? അപ്പം ജീർണത്വം വരുന്നത് നമുക്കാണെന്ന്. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഭോഗാന ഭുക്ത വയമേവ ഭുക്ത തപോന തപ്തം വയമേവ തപ്ത കാലോന യാത വയമേവ യാത തൃഷ്ണാന ജീർണ വയമേവ ജീർണ. ഇവിടെ അഷ്ടാവക്രൻ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആശയില്ലാത്തവർക്കാണ് ഈ ലോകം സുഭഗമാവുക. ആശയുള്ളവർക്കാണ് വൈരാഗ്യം പരിശീലിക്കേണ്ടത്. നിനക്ക് ആശയും വേണ്ട, നൈരാശ്യവും വേണ്ട, വൈരാഗ്യവും വേണ്ട എന്ന് പറഞ്ഞാൽ നീ സ്വതന്ത്രനായി സ്വച്ഛനായി നിൻ്റെ മനസ്സിലുള്ള മനോവൃത്തികൾ മുഴുവൻ ലയിച്ചു, ആശയത്തെളിച്ചമുണ്ടായി, നീ മുക്തനായി ഈ ലോകത്തിൽ ജീവൻ മുക്തനായി വിഹരിക്കാൻ നിനക്ക് സാധിക്കും. ഈ ലോകവും ജീവിതവും ഒരു വിഹാരം, ഒരു വിനോദമായി തീരുമെന്ന് ശ്രീരാമനോട് വസിഷ്ഠർ പറയുന്നത് പോലെ ലോകേ വിഹരരാഘവ, ലോകേ വിഹരരാഘവ. ഞാൻ ഈ ശ്ലോകം പറഞ്ഞപ്പോൾ മലേഷ്യയിൽ നിന്നൊരു പീഡിയാട്രീഷ്യൻ, ഒരു ഡോക്ടറാണ്, അദ്ദേഹം വന്ന് സ്വാമിജി ഈ ശ്ലോകങ്ങളൊന്ന് വായിക്കൂ, ഞാൻ എൻ്റെ മൊബൈലിലൊന്ന് പിടിക്കട്ടെ എന്ന്. അത് പിടിച്ചിട്ട് അദ്ദേഹം അതിങ്ങനെ ആവർത്തിച്ച് കേൾക്കും. എന്തൊരു സുമുഖനായിട്ടാണ് കഴിഞ്ഞുകൂടണേന്നറിയോ? ഒരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല, ഒന്നുമില്ല, വളരെ സുഭഗനായി സുന്ദരനായി കഴിഞ്ഞുകൂടുന്നു. ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഈ ഒരൊറ്റ ശ്ലോകം മതി നിങ്ങളുടെ മനസ്സിലുള്ള ആശ മുഴുവൻ പമ്പ കിടക്കാൻ. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിരാശയുടെ ആവശ്യമേ വരില്ല, വൈരാഗ്യത്തിൻ്റെ ആവശ്യമേ വരില്ല. തൽക്കാലം നിർത്താം നമുക്ക്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലകോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി ഹരി ഹരി. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് നിർത്താം. എല്ലാവരും അതിന് തയ്യാറായിക്കോളൂ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.